നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിയും ടൊമാറ്റോയൊന്നും വഴറ്റാതെ വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രജമ മസാലയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഇവിടെ കുറച്ച് രാജ്മ ബീൻസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് രാജ്മ ബീൻസ്, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കിഡ്നി ബീൻസ് എന്ന് പറയും. അപ്പോൾ ഇത് 250 ml കപ്പിൽ ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം കുതിർക്കാനായിട്ട് വയ്ക്കുക. ഏറ്റവും നല്ലത് തലേദിവസം രാത്രി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. നമ്മളിത് കുതിർക്കാനായിട്ട് വയ്ക്കുന്നതിന് മുന്നേ 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇപ്പോൾ നോക്കുക, വെള്ളത്തിൻ്റെ കളർ ഉണ്ടോ? ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാണ്. വെള്ളത്തിൻ്റെ കളർ നോക്കുകയുണ്ടോ? അപ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. പ്രോട്ടീൻ റിച്ച് ആണ്. ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഈ ഒരു രാജ്മ മസാല പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുക്കാം. ഒരു ഇടത്തരം സവാള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ റഫാക്കി കട്ട് ചെയ്താൽ മതിയാവും. ഒരു സവാള മതി, അധികം സവാള ചേർക്കണ്ട. 2 ഇടത്തരം ടൊമാറ്റോ കട്ട് ചെയ്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. രജമ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഡബിളായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഹോൾ ഗരം മസാല, ചെറിയ കഷ്ണം പട്ട, 2 ഏലം, 2 ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. കാരണം ഉള്ളിയിലും ടൊമാറ്റോയിലും വെള്ളത്തിന് ഈർപ്പം ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ലിഡ് ഓപ്പണാക്കി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, ലിഡ് ഓപ്പണാക്കിയപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ ഏലമൊക്കെ ചേർത്തതിൻ്റെ മണം കേട്ടോ. ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ രാജ്മ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നിൽ നമുക്ക് ബട്ടറും റിഫൈൻഡ് ഓയിലും രണ്ടും ഒരുമിച്ച് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ മാത്രം വേണമെങ്കിൽ ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ ശരിക്കും ഇതൊരു രാജസ്ഥാനിലെ മെയിൻ ഡിഷാണ്. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് എല്ലാത്തിനും നമ്മൾ കടുക് ചേർക്കുന്നത്. നോർത്തിലൊക്കെ എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. നല്ല ജീരകം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഉള്ളി ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം ഇത് നല്ല ചൂടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ ഉള്ളി ടൊമാറ്റോ ഒന്ന് വഴറ്റാതല്ലേ ചേർത്തത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് ലിഡ് അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ, അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോയും ഉള്ളിയിലെ പച്ച ചൊവ്വ ഉണ്ടാവും. ഇപ്പോൾ നോക്കുന്നുണ്ടോ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഉള്ളി ടൊമാറ്റോ ഒന്നും വഴറ്റിയെടുത്തില്ല. നമ്മൾ എന്തുമാത്രം ടൈമാണ് നമ്മൾ സേവ് ചെയ്തത് അല്ലേ. ഇനി നമ്മളിതിൽ കുറച്ച് മസാലയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിലിപ്പോൾ നേരത്തെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് എരിവുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ലൊരു കളറും ഉണ്ടാവും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന രജ്മ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു രജ്മ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത്ര വെള്ളം പോരാ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 1 മുതൽ 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കി അതിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം മാത്രമേ ലിഡ് ഓപ്പൺ ആക്കാവൂ.
ഇപ്പം നോക്കൂ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ നോക്കൂ, റജ്മ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുക്കായി കിട്ടിയാൽ മാത്രമേ ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗ്രേവി കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ചേറെ മല്ലിയില ചേർത്തെടുക്കാം. ഇനി അടുത്തതായിട്ട് മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് കുറച്ച് കസ്തൂരി മേത്തി, അതായത് ഉലുവയില ഉണക്കി പൊടിച്ചത്. ഇത് വാങ്ങാനായിട്ട് കിട്ടുമേ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഒന്ന് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്താൽ മാത്രമേ നമ്മുടെ റജ്മ മസാല ആ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ എത്തത്തുള്ളൂ. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ടേ. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. നോക്കൂ, ഇത് വളരെ ഈസിയല്ലേ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമുക്ക് രാത്രി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ നമുക്കിത് കൊടുത്തു വിടാം. ചപ്പാത്തിയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജീര റൈസ്, അതിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറുകയാണ്. ഇപ്പോൾ നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമ്മൾ ഒരു നല്ല ഭംഗിക്ക് അത് പ്രസൻറ്റ് ചെയ്താൽ എത്ര വിശപ്പില്ലാത്ത ആൾക്കാരും അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് കുറച്ചൊന്ന് കഴിക്കാനായിട്ട് അവർക്ക് തോന്നണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ആ ചൂട് രജ്മയിലോട്ട് ഈ ഒരു ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. ഇപ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തി, നാൻ, അതുപോലെ തന്നെ എന്താ പറയുക, ജീര റൈസ്. അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കും. അത്രയ്ക്ക് സ്പൈസി ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്